ഡാൻസ് കലക്കി കേട്ടോ. എന്താ പറയാ, ഒരു വാക്കുകൾ കിട്ടാത്ത കുഴപ്പമേ ഉള്ളൂ. റിയലി വണ്ടർഫുൾ അല്ലടാ? മനോഹരമായിരുന്നു. ചുവടുകളുടെ താളം ഇപ്പോഴും മനസ്സിലുണ്ട്. അതെ അതെ, സത്യത്തിൽ ഇത് ഇപ്പോഴും കൺമുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്ന പോലെ അല്ലടാ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. അപ്പോ നൃത്തത്തിന് മാത്രമേ ഉള്ളൂ അഭിനന്ദനം? അയ്യോ എന്നല്ല, പാട്ട് സ്റ്റൈലായിരുന്നു. മീര ഇത്ര നന്നായി പാടിയതുകൊണ്ടാണല്ലോ പ്രമീള ഇത്ര ഭംഗിയായി നൃത്തം ചെയ്ത്. ചുമ്മാ വാരാണ് സാറേ. അല്ല അല്ല, സത്യം. സത്യം. ഒരാൾ കാണാമെന്ന് നിൽക്കുന്നു. എന്നെ കാണാനോ? ആര്? കസിനാണെന്നാ പറഞ്ഞത്. കസിനോ? അല്പം സംസാരിക്കാനുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ടില്ല. എനിക്കുടനെ കോടതിയിൽ പോകേണ്ടതാ. ഒരു കേസുണ്ട്. അത്യാവശ്യമായി നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് മാറി നിന്നാൽ സൗകര്യമായി. ഇവിടെ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാൻ അറിയില്ലെന്നാണ് അമ്മയും മകളും വിചാരിച്ചത്. രാഘവേട്ട, നാട്ടിൽ എന്നെയും അമ്മയും നിങ്ങൾ എത്രമാത്രം ശല്യപ്പെടുത്തി. ഇവിടെയും വന്നിരിക്കുകയാണോ ഉപദ്രവിക്കാൻ? നീ എന്റെ മുറപ്പണല്ലേ, എനിക്ക് നിന്നെ കാണാൻ അവകാശമില്ലേ? നമ്മുടെ വിവാഹം എന്ന് നടത്താമെന്ന് മാത്രം പറഞ്ഞ ആ മോഹം നടക്കാൻ പോകുന്നില്ല. സത്യമാണോ? സത്യം. നീ അധികം ഞെളിയണ്ട. ഇവിടെ വേണമെങ്കിൽ നിന്റെ പേര് ചീത്തയാക്കാൻ എനിക്ക് കഴിയും. പക്ഷേ എന്നെ ചീത്തയാക്കാൻ കഴിയില്ല. രാഘവൻ നായർ നിനക്കറിയാമല്ലോ, വേണ്ടപ്പെട്ടവർക്ക് നല്ലവനാ, അല്ലാത്തവർക്ക് ദയവീത് ശല്യം ചെയ്യാതൊന്ന് പോകൂ. ഇപ്പൊ ഞാൻ പോകുന്നു. ഈശ്വരാ, എന്തൊരു പരീക്ഷണമാണിത്. പ്രമീളെ, അതാരാ? അമ്മാവന്റെ മകനാ. എന്നാലും അയാളെ സമ്മതിക്കണമല്ലോ. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് നിന്നെ ശല്യപ്പെടുത്തണമെങ്കിൽ. നീ ധൈര്യമായിരിക്കെ, ഇത് സിറ്റിയാണ്. അയാളുടെ വിരട്ടലൊന്നും ഇവിടെ ചെലവാവില്ല. മീരയ്ക്ക് അറിയാഞ്ഞിട്ടാ. കൊല്ലത്തിൽ 6 മാസം ജയിലിലും പോലീസ് സ്റ്റേഷനിലുമായി കഴിയുന്നവർക്ക് ആരെ പേടിക്കാനുള്ളത്? പേടിക്കാനുള്ളതും നഷ്ടപ്പെടാനുള്ളതും എനിക്കല്ലേടി. അയാൾ ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം പാവ അമ്മ അറിയാതിരുന്നാ മതി. അല്ലെങ്കിലേ അമ്മയ്ക്ക് പാതി ജീവനേ ഉള്ളൂ. നീ സമാധാനപ്പെടു പ്രമി, ഒക്കെ ശരിയാവും. അല്ലടവനെ, അമ്മാവന്റെ മകനെന്ന് പറയുന്ന ആ പാർട്ടി വന്നേച്ച് പോയ പിന്നെ പ്രമീലയുടെ മുഖം നീ ശ്രദ്ധിച്ചോ? ശരിയാണ്, വല്ലാതെ അപ്സെറ്റ് ആയിട്ട് തോന്നി. ഈ വന്ന പാർട്ടി ശരിക്കും അമ്മാവന്റെ മകൻ തന്നെയാണോ? അതോ ആയിരിക്കും. പ്രമീള കള്ളം പറയില്ല. എന്നാലും ഇതിൽ എന്തോ ചിറ്റിക്കളിയുണ്ട്. നിനക്കെന്ത് തോന്നുന്നു? എനിക്കിപ്പോ തോന്നുന്ന പറയട്ടെ. എന്താണെന്നോ ഏതാണെന്നോ ഒരു പിടിയും ഇല്ലാത്ത കാര്യത്തെ ചൊല്ലി
ഉറക്ക വിളക്കുന്നതിലും നല്ലത് ഉള്ള നേരത്തെ നമുക്ക് വിധിച്ചിട്ടുള്ള തലയണയും പൊത്തിപ്പിടിച്ച് ഉറങ്ങുന്നതാണെന്ന്. പറഞ്ഞോണം, അത് ശരിയാണല്ലോ. മീരെ, ദേ രാമലക്ഷ്മണന്മാര് നിൽക്കുന്നു. നമ്മൾ വരുന്ന സമയം നോക്കിയാണ് ഇവരും വരുന്നത്. ആദ്യം 5-6 കടല കുറിച്ചാട്ടെ. താങ്ക്സ്. ഞങ്ങൾ വന്നത് ബോറടി തോന്നുന്നുണ്ടോ? കൊള്ളാം. ബോറടിയാണോന്നോ? വരാൻ വൈകിയതിലേ ഉള്ളു ബോറടി. ഓ മതി മതി. ഈ ജോസാറിന്റെ നാവിന് കടിഞ്ഞാണേ ഇല്ല. വിനയ് സാറിനെ നോക്കൂ, ആവശ്യമില്ലാതെ ഒരു വാക്കുപോലും പറയത്തില്ലല്ലോ. അതവന് നാണമായതുകൊണ്ടാ. പോടാ. മീരയ്ക്ക് മൊത്തം ഇത്ര ആഭരണങ്ങളേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എല്ലാം മാറി മാറി ധരിക്കും. ഓ, ഇനിയുണ്ടോ? എന്നാ പിന്നെ അതുകൂടെ എടുത്തില്ലാത്ത എന്താ? ഇത്രയും ആഭരണങ്ങളിട്ട് നടക്കാന്ന് പറഞ്ഞാൽ കാണുമ്പോഴേ. ജോസാറിന് ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലെന്ന് മാത്രമല്ല, വെറുപ്പുമാണ്. ബോധമുള്ളവരാരും ഇങ്ങനെ പുനിൽ പൊതിഞ്ഞ് നടക്കാറില്ല. സ്വന്തം സൗന്ദര്യത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാ ആഭരണങ്ങളോട് എത്ര കമ്പം. ഓ സമ്മതിച്ചു. എനിക്ക് ബോധവും ഇല്ല, സൗന്ദര്യവും ഇല്ല. അയ്യോ സോറി, പിണങ്ങാൻ പറഞ്ഞതല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാ. എന്താ നീ ഒന്നും മിണ്ടാത്ത? അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്തിനാ അഭിപ്രായം പറയുന്നെന്ന് കരുതി, അത്രേ ഉള്ളൂ. സാർ, എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ സാർ? നന്നായിരിക്കും സാർ. ഉടനെ പ്രിന്റ് തരാം സാർ. നൈസ് ഐഡിയ. വാടാ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. പ്രമീലയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ? ഐ എം സോറി, ഞാനില്ല. വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. എടുക്കുന്നെങ്കിൽ 4 പേരും ചേർന്നെടുക്കണം. ഒരു ഫോട്ടോ എടുക്കുന്നോണ്ട് എന്താ പ്രമീളെ? വേറെ ആരുമല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ. വേണ്ട, എനിക്കിഷ്ടമില്ല. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഇന്ന് വേണ്ട ശാനെ, വേറൊരിക്കലാവാം. ശരി സാർ. നേരം വൈകുന്നു, ഇനി ഞങ്ങൾ പോട്ടെ. എന്താടി പ്രമീളെ, ജോസാർ ഇത്ര കാര്യമായി ക്ഷണിച്ചിട്ടും നീ എന്തേ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത? മോശമായിപ്പോയി കേട്ടോ. അതൊരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല മീര. നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധിയുണ്ട്. അതിരുകടന്ന സ്വാതന്ത്ര്യം അപകടമാണ്. എന്നാലും വിനീനും ജോസും നമ്മളറിയാത്തവരല്ലല്ലോ. എത്രയോ മാന്യമായിട്ടാണ് അവർ നമ്മോട് പെരുമാറുന്നത്. അതിരുകടന്ന ഒരു വാക്കെങ്കിലും അവർ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലായിരിക്കാം. പക്ഷേ അവർ പുരുഷന്മാരാണ്, നമ്മൾ സ്ത്രീകളും. നമ്മെ ശ്രദ്ധിക്കേണ്ട ചുമതല നമുക്കാണുള്ളത്. പക്ഷേ ജോസ് പിണങ്ങിയിട്ടുണ്ട്, തീർച്ച. പിണങ്ങട്ടെ, ആ പിണക്കം താൽക്കാലികമായിരിക്കും. മീര, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരിക്കൽ നിന്നെ വിവാഹം കഴിക്കുന്ന ആൾ ആ ഫോട്ടോ കാണാനിടയായാൽ? അമ്പടി, നീ എവിടെ വരെ പോയി? ശരിയാണ് മോളെ, സമ്മതിച്ചു. എനിക്ക് പോസ് കാണിക്കുന്നത് കാണുമ്പോഴാ നമ്മളിവിടെ ഒരു ഫോട്ടോ എടുത്താൽ അങ്ങോട്ട് തേഞ്ഞു പോകുമോ? നീ വെറുതെ ശുദ്ധി പിടിക്കുകയാണ്. പ്രമീള ചെയ്തതാണ് ശരി. തേങ്ങാ കൊല എന്തോന്ന് ശരിയാണെന്ന് നീ പറയുന്നേ? കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ അവർ നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പെങ്ങന്മാരാരെങ്കിലും അങ്ങനെ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോഴാ മീര തയ്യാറായതോ? അവള് വേറൊരു ടൈപ്പാ. മുൻപിൻ നോക്കാതെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന പ്രകൃതം. എന്ന് വെച്ചാൽ എന്നെ പോലെ? ശരിയാടാ, മീരയുടെയും നിന്റെയും സ്വഭാവം ഏതാണ്ടൊരു പോലെ. അവൾ നിനക്ക് ചേരും. മെയ്ഡ് ഫോർ ഈച്ച് അതർ. വിട്ടിന്നും പറയാതെ. പിന്നെ എന്റെ മനസ്സിൽ വേറൊരു പിക്ചറാണുള്ളത്, ടോട്ടലി ഡിഫറെന്റ്. എന്തെന്ത്? കേൾക്കട്ടെ കേൾക്കട്ടെ. അതേതാ, എന്റെ മനസ്സ് നിറയെ മറ്റൊരു പെൺകുട്ടിയാ. എന്നിട്ട് നീ ഇതൊരു അക്ഷരം എന്നോട് പറഞ്ഞില്ലല്ലോ. അതോ, പറയാറായിട്ടില്ല. ഒരു ദിവസം നീ കണ്ടോ, എ ബിഗ് സർപ്രൈസ്. നിന്റെ കയ്യിൽ ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡ് തരും. എന്നാ നീയും കണ്ടോ, ഒരു ദിവസം ഞാനും ഒരു ഇൻവിറ്റേഷൻ തരും. എ ബിഗർ സർപ്രൈസ്. വിനയചന്ദ്രൻ വിത്ത് ഡാഷ്. അയ്യോടാ, പെണ്ണും പ്രേമവും ഒന്നും വേണ്ടാന്നും പറഞ്ഞ് സന്യസിക്കാൻ നടന്ന നീ തന്നെയാണോ മോനെ വിനയ പറയുന്നേ? അയ്യോ സ്വപ്ന ദേവത കവിതയാണല്ലേ? സന്യാസിക്ക് പറ്റിയ വിഷയം തന്നെ. മമ മാനസമാം മണൽപ്പരപ്പിൽ പുതുതായി ഉദയം ചെയ്ത
സാരണി തരിശാമീ മരുഭൂമി എത്രയും നനയട്ടെ തവ സ്നേഹധാരയാൽ. സത്യം പറയണം, ആരാണ് എന്റെ സ്വപ്നകഥ? എന്റെ ജോസേ, ഇതൊരു മിസ്റ്റിക് കവിതയാ. പരമാത്മാവിനെ കാമുകയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. എടാ കവേ, നീ പരമാത്മാവിനെ വിട്ട് ജീവാത്മാവിന് വേണ്ടി വല്ല എഴുതാൻ നോക്ക്, എന്നാലേ നീ ഗുണം പിടിക്കും. ജോസൂട്ടാ, വാ നമുക്കൊന്ന് ഇരിക്കാം. എവിടെ കൊള്ളാം, ഫുൾ ബോട്ടിലാണല്ലോ. വാ വാ പോവാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പോയിക്കോ. വാ വന്നേ, ജോസൂട്ടില്ലാതെ സുഖവും ഇല്ല. എനിക്ക് വേണ്ട. എന്താ ഞങ്ങള് പോവാ. നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടില്ലേ ഇനി കുടിക്കില്ലെന്ന്? അതുകൊണ്ടാ പോവാത്തത്, മനസ്സിലായോ? നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല വിനയ. നീ എന്റെ സുഹൃത്ത് മാത്രമല്ല, എന്റെ എല്ലാം നീയാ. പ്രമീള, നിന്നെയും കാത്തെടുത്ത് അവിടെ നിൽക്കുന്ന കണ്ടില്ലടി? കണ്ടു. പിന്നെന്താടി നിൽക്കാണ്ട് പോകുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലോ കാത്തുനിന്നത്. എന്തിനാ നിങ്ങൾ പിന്നെയും പിന്നെയും വന്ന് ശല്യപ്പെടുത്തുന്നത്? അയ്യോടി, ഞാൻ വരുന്നത് നിനക്ക് കുറച്ചില്ലായോ? ദേ ഇങ്ങോട്ട് നോക്ക്, നീ എനിക്ക് അവകാശപ്പെട്ട പെണ്ണ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു മോഹം വേണ്ട. പെണ്ണെ, ഞാൻ നല്ലൊരു മൂഡില്ല. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നമുക്കൊരു മുറി എടുക്കാം. നീ ചുമ്മാ ഇടങ്ങറുണ്ടാക്കാൻ നിൽക്കാൻ വന്നേ, നമുക്ക് വിശദമായി ഒന്ന് സംസാരിക്കും. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നീ എന്നെ കൊലത്തും ഒന്നും വിലത്തുമില്ലടി. നീയും നിന്റെ തള്ളെ എത്ര തുള്ളൂന്ന് രാഘവൻ അറിയാം. മാറി നിൽക്കാനാ പറഞ്ഞത്. ചുമ്മാ തുള്ളാവേടി. നിനക്ക് ധൃതിയാണെങ്കിൽ പൊയ്ക്കോ, നമുക്കെപ്പോ നിനക്ക് കാണാമല്ലോ. പിടിച്ചു നിർത്തി ആയിട്ട് രണ്ട് പൊട്ടിക്കണം തോന്നിയതാ എനിക്ക്. നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടായാൽ മോശമല്ലേന്ന് കരുതിയ, അല്ലെങ്കിലുണ്ടല്ലോ. നാട്ടിൽ അമ്മയും ഞാനും മാത്രമുള്ളപ്പോൾ ചോദിക്കാനും തടുക്കാനും ഒരു ആൺതുണ ഇല്ലാത്തതുകൊണ്ട് എന്തെല്ലാം ഉപദ്രവങ്ങളാ സഹിച്ചിരുന്നതെന്നു. ഇത്രയും ദൂരം ഒരു ജോലി കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയതാ. ഇവിടെയും പ്രമീള ധൈര്യമായിട്ടിരിക്കെ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ നോക്കിക്കോളാം. പ്രമീളയ്ക്ക് ഇവിടെ ആവുമ്പോ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ലെന്നായിരിക്കും അവൻ ധരിച്ചിരിക്കുന്നത്. ആ ധാരണ തെറ്റാണെന്ന് ഞങ്ങൾ അവന് കാണിച്ചു കൊടുക്കാം. അവനിഞ്ഞ് വരട്ടെ. ഞങ്ങളൊക്കെ ഇല്ലേ പ്രമീള, നിനക്ക് ധൈര്യമായിട്ടിരിക്കെ. അതെ. എന്താണ് രാഘവൻ നീ ചെയ്തത്? ഞാൻ തീറ്റ കൊടുത്തോളത്തുന്ന പ്രാവല്ലടാ ഇത്. പിടിക്കടാ. മോളെ ഞാൻ കണ്ടു. ഞാൻ കാണാതെ ഒളിച്ചു കിടത്തിയതല്ലേ. എന്നിട്ട് എന്തായി? അല്ല, എന്നാ ഞങ്ങളുടെ കല്യാണം? നോക്കണ്ട, അവളെ എനിക്ക് കല്യാണം കഴിക്കണം. അതെന്റെ അവകാശമാണ്. അല്ലെങ്കിലുണ്ടല്ലോ, വെടിയുണ്ടയ്ക്ക് പക്ഷിയെന്നോ മൃഗമെന്നോ മനുഷ്യനൊന്നും നോട്ടമില്ല. എന്താടാ ഭീഷണിപ്പെടുത്തുകയാണ്? കളവാ, താനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. തന്നെ ഞാൻ ആദ്യം തട്ടും. ഇപ്പോഴേ തട്ടിക്കോ, ഞാൻ എപ്പോഴേ സ്ഥലം വിടാൻ കാത്തിരിക്കുക. നടക്കടാ. ഇവിടെ നിന്നാ ഞാൻ വല്ലതും ചെയ്തു പോകും. എല്ലാറ്റിനെയും ഞാൻ കാണിച്ചു തരാം. കാണും പോടാ. വിനീത് സാറേ. മീരയോ? വിനീത് സാർ എന്നാ ക്രിസ്ത്യാനിയായത്? ഇവൻ എന്നെ മാമോദിസ മുക്കി. അല്ല മീര, ഇന്ന് എന്തു പറ്റി? ആഭരണങ്ങളൊക്കെ എവിടെ? ആഭരണങ്ങൾ അണിയുന്നത് ജോസാറിന് ഇഷ്ടമല്ലല്ലോ. ഈ വേഷത്തിൽ മീര എത്ര സുന്ദരിയായിരിക്കുന്നു. അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അതിഷ്ടമാ. ഞാൻ പോട്ടെ.
ഈ വേഷത്തിൽ മീര എത്ര സുന്ദരിയായിരിക്കുന്നു.